വന്യമൃഗഭീതിയിൽ വലയുകയാണ് പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ മലയോര മേഖലയോട് ചേർന്ന് ജീവിക്കുന്ന കർഷകർ. ആനയ്ക്കും പുലിക്കും പുറമെ കടുവയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കണ്ടുകൊണ്ട് പൂച്ച ഓടി അതിൻ്റെ അടുത്തോട്ട് ചെന്നു. നേരത്തേക്കിന് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ പടിയുടെ അവിടെ ഇങ്ങനെ മതിലിൻ്റെ കെട്ടയിലിങ്ങനെ കളന്ന് നിൽക്കുക. പിന്നെ ഞാൻ ചാടി പടിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി നോക്കി. അന്നേരം ഈ റബ്ബറിൻ്റെ അടുത്തോട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്കിന് ചാടിപ്പോയോ. തലനാരിഴയ്ക്കാണ് കുമ്പളത്താമൺ സ്വദേശി സായൂജ് കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മലയോര ജനതയ്ക്ക് ഇത് പുതിയ സംഭവമല്ല. പുലിയും ആനയും കാട്ടുപോത്തും ഇവരുടെ സ്വൈരജീവിതം നശിപ്പിച്ചു. ഇപ്പോൾ കടുവയും. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു 1.5-2 വർഷത്തിന് മുമ്പേ എൻ്റെ വീട്ടിൽ വന്ന ഒരു ആടിനെ 3 കുട്ടികൾ പിടിച്ചു. അത് ഇതുപോലെ വനത്തിൽ കൊണ്ടുപോയി. അത് സർക്കാർ അതിന് ആനുകൂല്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും തന്നിട്ടില്ല. 20,000 രൂപയുടെയാണ് അതിൻ്റെ ബഡ്ജറ്റ് ഡോക്ടറെ കുറിച്ച് കൊടുത്തത്. പക്ഷെ കിട്ടിയത് 1,000 രൂപയാണ്. ആനയും പന്നിയും കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായി. വീടിന് തൊട്ടടുത്ത് വരെ ആന എത്തുന്നു. ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങളൊന്നും വനം വകുപ്പ് ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടില്ല. വന്യജീവി ശല്യം മൂലം നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി ഉപേക്ഷിച്ചത്. കൃഷി ചെയ്യുന്ന ഞങ്ങൾക്ക് അങ്ങോട്ട് നഷ്ടമേ വരുന്നുള്ളൂ. 1 പൈസ കിട്ടാനില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ ഈ അധികാരവർഗത്തോട് ചോദ്യമില്ലേ. ഞങ്ങൾ ഗ്രാമീണ കർഷകരാ, കളങ്കമില്ലാത്തവരാ. എങ്ങനെ ഞങ്ങൾ ജീവിക്കണം? കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കണ്ടില്ലേ എന്റെ ഭൂമി? എനിക്കിവിടെ 5.5 ഏക്കർ സ്ഥലമായി. ഇവിടെ ആണ്ടിൽ എത്ര ലക്ഷം രൂപ അതിന്റെ തെളിവ് തരാം. എൻ്റെ കയ്യിലുണ്ട്. ഓരോ കൃഷി ഓഫീസർമാരും വന്ന് സാക്ഷ്യപത്രം തരുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് സ്വകാര്യ വ്യക്തിയുടെ പോത്തിനെ കടുവ ആക്രമിച്ചു കൊന്നത്. കടുവ തന്നെയെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചു. ഇതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. മീഡിയ 1 പത്തനംതിട്ട.